എൻ്റെ അനിയൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ എൻ്റെ കൂടെ ടൗണിൽ വരാമെന്ന് സമ്മതിച്ചത്. എനിക്ക് ടൗണിൽ പോയി ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എത്രയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും വീട്ടിലെത്തിയാൽ ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ എനിക്ക് ആൾക്കാർ വേണം. അവന് ഫലൂദ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ എൻ്റെ കൂടെ വന്നത് തന്നെ. അപ്പം ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബേബി ബേക്കേഴ്സ് ഉണ്ട്. എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ബേക്കറിയാണ്. അവിടെയാണ് ഞങ്ങൾ ഫലൂദ കഴിക്കാൻ വേണ്ടി പോയത്. എനിക്ക് അപ്പോഴും ഇപ്പോഴും ഒക്കെ ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഐ ഗോ ക്രേസി ഫോർ ഇറ്റ്. എൻ്റെ അമ്മ പറയും എൻ്റെ തടിയുടെ കാരണം തന്നെ ബേബി ബേക്കേഴ്സ് ആണെന്ന്. കാരണം അത്രയും സാധനങ്ങൾ ഞാൻ അവിടുത്തെ കഴിച്ചിട്ടുണ്ട്. ചെറുതായിരിക്കുമ്പം തൊട്ടിട്ട് ഇത് ഇപ്പം വരെയും അത് തന്നെയാണ് എൻ്റെ പണി. ഫലൂദയുടെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കല്ലുമ്മക്കായും എൻ്റെ അനിയനൊരു പഫ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ വീഡിയോസ് എടുക്കുന്നത് ഇഷ്ടമേ അല്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്കൊരു പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തത് എൻ്റെ ജൂനിയറായ അഞ്ജലീനെ കാണാൻ പോവാന്ന്. ബേസിക്കലി അവൾ എൻ്റെ സ്കൂൾ ജൂനിയർ ആണെങ്കിലും എനിക്കിപ്പോൾ അവളൊരു സിസ്റ്റർ പോലെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് ഞങ്ങൾ പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്കൊക്കെ 3 days മാത്രമേ ഹോളിഡേയ്സ് ഉള്ളൂ. ഒരു ദിവസം ക്രിസ്മസിൻ്റെ ഡേ അങ്ങനെ പോയി. പിന്നെയുള്ളൊരു ദിവസമാണ് ഇന്ന്. നാളെ അവൾ ഒക്യുപ്പൈഡ് ആണ്, മറ്റന്നാൾ അവൾ തിരിച്ചു പോകും. കുറേ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ അത്രയും ടൈം ഉണ്ടായിരുന്നില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ പരിപാടികൾ.